ഹരിയാന തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നടക്കുകയാണ്. ഇന്ന് അവിടുത്തെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ഡേറ്റാണ്. അതുകൊണ്ട് തന്നെ സമർപ്പിക്കാനുള്ള അവസാന ഡേറ്റാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവസാന വട്ടത്തേക്ക് ഒരിക്കൽ കൂടി ഒന്ന് മൂടി പിടിപ്പിച്ചുകൊണ്ട് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നൊക്കെ അറിയാം. കൂടുതൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഹരിയാനയെ സംബന്ധിച്ചുണ്ട്. അവരൊക്കെ തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ സഖ്യമായി മത്സരിക്കും. അതായത് കോൺഗ്രസും ആം ആദ്മിയും സഖ്യമായി മത്സരിക്കുമെന്നുള്ളൊരു സൂചനയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും തന്നെ കീറാമുട്ടിയായി പോയി അവിടുത്തെ ഈ ഒരു സീറ്റ് വിഭജനം. അതിൽ സീറ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ ആം ആദ്മിയുടെയും നേതാക്കൾ കൂടിയിരുന്ന ആലോചനയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ എങ്ങും എത്താതെ പോയതിനെ തുടർന്ന് അവിടെ സഖ്യമില്ലാതെയാണ് ഇത്തവണ മത്സരിക്കുന്നത്. ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ദിവസം 21 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. 90 അംഗ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആണ് ഹരിയാന നീങ്ങുന്നത്. അതിൽ 61 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക ആം ആദ്മി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ കൂടുതൽ നേതാക്കൾ ഇന്ന് താരപ്രചാരണത്തിനായി എത്തും. മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ അവിടേക്ക് എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ വിനേഷ് ഫോഗട്ട് അവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹം വിനേഷ് ഫോഗട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കൂടി കടക്കുകയാണ്. ഇന്നലെ താരം ഈ ജുലാനയിലാണ് മത്സരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞ ദിവസം വലിയ ഒരു റാലി ആകുമ്പോഴോടുകൂടി താരമെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഹരിയാനയിലെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം എന്നുള്ളതാണ്. എന്തായാലും ഒക്ടോബർ 5-നാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒക്ടോബർ 8-നാണ് വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ളൊരു നേർക്കുനേർ പോരാട്ടമെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ്. അവിടെ താരപ്രചാരകരായി കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും എത്തുന്നു. ഒപ്പം തന്നെ BJPയെ സംബന്ധിച്ച് BJPയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രധാനമായും ഈ താരപ്രചാരകനായി മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നരേന്ദ്രമോദി ശനിയാഴ്ചയാണ് ഉത്രാട ദിനമാണ്. നമ്മളെ സംബന്ധിച്ച് ഉത്രാട ദിനമാണ്. ഉത്രാട ദിനത്തിനന്ന് ജമ്മു കാശ്മീരിൽ നരേന്ദ്രമോദി എത്തും. അനന്ത്നാഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ അദ്ദേഹം ഈ പൊതു റാലികളിലും ഒപ്പം തന്നെ പ്രചാരണ വേദികളിലും പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു ഷെഡ്യൂൾ ഇനി വരേണ്ടതായിട്ടുണ്ട്. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം സുരക്ഷാ വീഴ്ചകൾ തന്നെയാണ്, അല്ലെങ്കിൽ സുരക്ഷാ കാരണങ്ങൾ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ജവാന്മാർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, വീരമൃത്യു വരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ നുഴഞ്ഞ കയറ്റം ശ്രമം അത് സമീപ നാളുകളിൽ വലിയ രീതിയിൽ രൂക്ഷമാകുന്നൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടി അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇനി നമുക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി മണിപ്പൂരെ സംബന്ധിച്ച് മണിപ്പൂരിൽ അശാന്തിയായി ഇങ്ങനെ തുടരുകയാണ്. കാരണം ഇതുവരെയും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ അവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ സാധിച്ചിട്ടില്ല എന്നുള്ള വിമർശനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് വീണ്ടും മണിപ്പൂരിൽ സമാധാനം നഷ്ടപ്പെട്ട് വീണ്ടും ഒരു കലാപ രൂക്ഷമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്ത് ഇതിനോടകം തന്നെ ഏകദേശം കഴിഞ്ഞ 1.5 വർഷക്കാലമായി 200-ലധികം പേരാണ് അവിടെ ഈ ഒരു കലാപത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തന്നെ 20ഓളം പേർ മരണപ്പെടുകയും ചെയ്യുന്നു. അത്തരത്തിൽ അവിടെ ഇംഫാലിലടക്കം രാജ്ഭവനിലേക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമുണ്ടാകുന്നു. രാജ്ഭവനിലേക്ക് കല്ലെറിയുന്നു. വീണ്ടും അതിനെ നേരിടുന്നതിന് വേണ്ടി സൈന്യവും പോലീസും ഒക്കെ തയ്യാറെടുക്കുന്നു. സംഘർഷം ഒഴിയാതെ തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇംഫാലിലും മണിപ്പൂരിലെ 5 ദിവസം കഴിഞ്ഞ ദിവസമാണ് 5 ദിവസം കൂടി ഈ ഒരു ഇന്റർനെറ്റ് നിരോധനത്തിന് നീട്ടി നൽകിയത്. കൂടാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവിടെ അവധി നൽകിയിട്ടുണ്ട്. അങ്ങനെ വലിയ കലാപ രൂക്ഷമായ അന്തരീക്ഷത്തിലൂടെയാണ് മണിപ്പൂർ കടന്നു പോകുന്നത്. വെസ്റ്റ് ഇംഫാലിൽ കഴിഞ്ഞ ദിവസവും ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ആ പ്രദേശങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ, അതായത് ഒരു നിശ്ചിത ഡേറ്റില്ല, അനിശ്ചിതകാലത്തേക്ക് കർഫ്യൂ പ്രഖ്യാപിക്കുകയാണ്. കാരണം ഓരോ സ്ഥലം കേന്ദ്രീകരിച്ച്, ഓരോ ജില്ല കേന്ദ്രീകരിച്ച് മണിപ്പൂരിലെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഇരു ചേരികൾ തിരിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കലാപം തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അത് അവസാനിക്കാൻ വേണ്ടി വ്യാപിക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി ബീരൻ സിംഗ് കഴിഞ്ഞ തവണ ഈ ഒരു കലാപം രൂക്ഷമായിരുന്ന ആ ഒരു സമയത്തൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരു നാടകീയ രംഗങ്ങൾ കാഴ്ചവെച്ചു. കാരണം താൻ രാജിവെക്കാൻ പോവുകയാണ്, കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടണമെന്നൊക്കെയുള്ള ഒരു കണ്ണിൽ പൊടിയിടുന്ന വേണ്ടിയുള്ളൊരു നടപടിയായിരുന്നു എന്ന് നമുക്കത് പിന്നീട് വായിച്ചെടുക്കാൻ സാധിച്ചു. പക്ഷേ ഇത്തവണ വീണ്ടും അതേ രീതിയിൽ ബീരൻ സിംഗ് ഗവർണറെ കാണുന്നു, സ്ഥിതിഗതികൾ അവരെ അറിയിക്കുന്നു, ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വം അറിയിക്കുന്നു. അല്ലെങ്കിൽ താൻ രാജിവെക്കും എന്നുള്ള പഴയ പല്ലവി ഇത്തവണയും പറയുന്നു എന്നുള്ളതാണ്, ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ്